കാത്തിരിപ്പ് വിഫലം. ചിക്കമഗളൂരുവിൽ കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെടുത്തത് 1500 അടി താഴ്ചയിൽ. 15-കാരിയെ കാണാതായത് 4 ദിവസം മുമ്പ്. കുംഭമേളയിലെ വൈറൽ താരം മൊണാലിസ മൈനർ വിവാഹ സമയത്ത് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് സ്ഥിരീകരണം. ഭർത്താവിനെതിരെ പോക്സോ കേസ്. കേരള, മധ്യപ്രദേശ് DGPമാർ ഹാജരാകണമെന്ന് ദേശീയ ഗോത്ര കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതീക്ഷ അർപ്പിച്ച മുന്നണികൾ. കൂട്ടിക്കിഴിക്കലിൽ നേട്ടം കണ്ട് പ്രതികരണം. പൊതുവെ വോട്ടർ പട്ടികയ്ക്കകത്ത് നല്ല ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ശ്രദ്ധേയമായത് പുതിയ തലമുറയിലെ വോട്ടർമാർ അവർ സമ്മതിദായകാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. നല്ല പോളിംഗ് ശതമാനമാണ്. അതിൽ നന്നായി വോട്ട് രേഖപ്പെടുത്തി. നമ്മൾ വെറുതെ ഒരു നമ്പർ, ഒരു പൊട്ടക്കണക്ക് പറയുകയാണെന്നുള്ള രീതിയിലാണ്. ഞാൻ പറഞ്ഞല്ലോ, 2001 100 സീറ്റ് കിട്ടിയതാണ്. പിന്നെ 2005 മുതൽ ഒരുപാട് വിഭാഗങ്ങൾ UDF വിട്ടുപോയിട്ടുണ്ട്. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ അവരെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 2 അക്ക സംഖ്യയിലേക്ക് BJPയുടെ സീറ്റ് കിട്ടാനുള്ള എല്ലാ സാഹചര്യവും പ്രാഥമിക വിലയിരുത്തലിൽ തന്നെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. ഞങ്ങളുടെ അജണ്ട പ്രകാരം നടന്ന തെരഞ്ഞെടുപ്പാണ്. കാത്തിരിപ്പ്. മെയ് 4 വരെ പോളിംഗ് ശതമാനം 78.27 രേഖപ്പെടുത്തിയത് 1987 ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ്. ഫലം വരും മുമ്പേ UDFൽ കസേരക്കാര്യത്തിൽ ചർച്ച. ഉപമുഖ്യമന്ത്രി സ്ഥാനം പറയാതെ പറഞ്ഞ ലീഗ്. പദവിക്ക് അർഹതയുണ്ടെന്ന് മുനവർ അലി തങ്ങൾ. അല്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് നേരത്തെ വഹിച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ അർഹരാണ്. പക്ഷെ അതൊരു ക്ലെയിമായിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കുന്നില്ല. അർഹതയുണ്ട്. നേരിയ തിരുത്തലുമായി ലീഗ് നേതൃത്വം. ഇപ്പോൾ നമ്മളിപ്പോൾ അതൊന്നും ചർച്ച ചെയ്യേണ്ട. തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. കത്തോലിക്ക സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചും ബിഷപ്പുമാരെ അധിക്ഷേപിച്ചും PC ജോർജ്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിൽ വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞു. FCRA നിയമം വരുമെന്നും ചില മെത്രാന്മാരെ പാഠം പഠിപ്പിക്കുമെന്നും PC. തെരഞ്ഞെടുപ്പിൽ ദീപിക രാഷ്ട്രീയം കളിച്ചുവെന്നും ഷോൺ ജോർജ്. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യം. കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് എറണാകുളം CJM കോടതി. ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാൻ പാടില്ല. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം.